അപ്പോൾ ഷാനവാസിനെ അറിയാത്തവർ ആരും ഉണ്ടാവില്ല. ബിഗ് ബോസിലെ സെക്കൻഡ് റണ്ണറപ്പായ ഷാനവാസ് ഷാനു നമ്മുടെ സീരിയൽ കുങ്കുമപ്പൂവ് എന്ന പരമ്പരയിലൂടെയാണ് ഷാനവാസ് പ്രേക്ഷകർക്കിടയിലേക്ക് എത്തിയത്. തുടർന്ന് സീതാ കല്യാണം. അങ്ങനെയാണ് ഷാനവാസ് നമുക്ക് പരിചിതനായത്. ഇപ്പോൾ ഷാനവാസിനെ കുറിച്ച് സംസാരിക്കുകയാണ് ബിഗ് ബോസ് താരം വേദലക്ഷ്മി. ഷാനവാസ് നല്ല മനുഷ്യൻ, ജീവിതകാലം മുഴുവൻ ഒരു സുഹൃത്തായിരിക്കുമെന്നാണ് വേദലക്ഷ്മി പറയുന്നത്. ബിഗ് ബോസ് മലയാളം സീസൺ 7 കടുത്ത വാക്കുതർക്കങ്ങളിൽ ഏർപ്പെട്ട രണ്ട് മത്സരാർത്ഥികളായിരുന്നു വേദലക്ഷ്മിയും ഷാനവാസും. ഹൗസിനുള്ളിൽ വെച്ച് തന്നെ ലക്ഷ്മിയോടുള്ള ഷാനവാസിൻ്റെ വാക്കുകൾ വിമർശിക്കപ്പെട്ടിരുന്നു. ബിഗ് ബോസ് മലയാളം സീസണിലെ ശ്രദ്ധിക്കപ്പെട്ട മത്സരാർത്ഥികളിൽ രണ്ടുപേരായിരുന്നു വേദലക്ഷ്മിയും ഷാനവാസും. ഹൗസിനുള്ളിൽ വെച്ച് തന്നെ ഇരുവരും ഭയങ്കര തർക്കങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ട്. എന്നാൽ അനീഷ് ഷാനവാസ് ബിഗ് ബോസ് ഹൗസിൽ ജയിലിൽ കിടക്കുന്ന സമയം ബിന്നിയുടെ ദേഹത്ത് ഷാനവാസ് അരിപ്പൊടി ഇട്ടത് എറിഞ്ഞത് വാക്ക് പോരായി എന്ന് പറഞ്ഞായിരുന്നു ഇവിടെ പോരാട്ടം നടന്നത്. അവിടെ ലക്ഷ്മിക്ക് നേരെ ഷാനവാസ് ഉപയോഗിച്ച വാക്കുകൾ ശരിയായില്ലെന്ന വിമർശനം ശക്തമായിരുന്നു. എന്നാൽ പുറത്തിറങ്ങിയതിനു ശേഷം ഞങ്ങൾ നല്ല സുഹൃത്തുക്കളാണ്, പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് പറയുകയാണ് വേദലക്ഷ്മി. ഇൻസ്റ്റഗ്രാമിൽ ആരാധകരുടെ ചോദ്യത്തിന് മറുപടി പറയുകയായിരുന്നു അവർ. ഷാനവാസിൻ്റെ ഫാൻസ് പേജും ലക്ഷ്മിയുടെ വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും പറയും ഞങ്ങൾ ആദ്യം വഴക്കായിരുന്നു, പിന്നെയാണ് കൂട്ടായത്. പക്ഷേ ബിഗ് ബോസ് ഹൗസിനകത്ത് നിൽക്കുമ്പോൾ അവിടെ ആരൊക്കെയാണ് നമ്മുടെ എന്ത് തിരിച്ചറിയാൻ പറ്റില്ല. എൻ്റെ സൗഹൃദങ്ങളാണെങ്കിൽ കുറച്ച് നാളത്തേക്ക് മാത്രമായി ഉള്ളതല്ല. ഞാൻ സുഹൃത്താക്കുന്നുണ്ടെങ്കിൽ അത് ലൈഫ് ലോങ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ എൻ്റെ സുഹൃത്തായിരിക്കും ഷാനവാസ്. നല്ലൊരു മനുഷ്യനാണ് ഷാനവാസ്, നല്ല ബന്ധമാണ് എന്നാണ് ലക്ഷ്മി വീഡിയോയിൽ പറയുന്നത്. കൂട്ടത്തിൽ ബിഗ് ബോസ് മലയാളം സീസൺ 7 വൈൽഡ് കാർഡ് എൻട്രി എത്തിയ ആളാണ് നടിയും മോഡലുമായ ഇൻഫ്ലുവൻസറും ആയ വേദലക്ഷ്മി. ആദിലേക്കും നൂറയ്ക്കുമെതിരെ ഹൗസിൽ വെച്ച് ലക്ഷ്മി നടത്തിയ ചർച്ച ഭയങ്കര വിമർശനം നടത്തിയതായിരുന്നു. അത് സമൂഹത്തിലാണെങ്കിലും സോഷ്യൽ മീഡിയയിലാണെങ്കിലും, കൂട്ടത്തിൽ നമ്മുടെ ബിഗ് ബോസിലും. ആർക്കിടെക്റ്റും മാർക്കറ്റിംഗ് വിദഗ്ധയുമാണ് വേദലക്ഷ്മി. മുൻ ബിഗ് ബോസ് താരം വിന്നറായ അഖിൽമാര നായകനായി എത്തിയ മിഡ് നൈറ്റ് ഇൻ മുള്ളൻകൊല്ലി എന്ന ചിത്രത്തിലൂടെയാണ് അഭിനയ രംഗത്ത് ലക്ഷ്മി അരിങ്ങാരം കുറിച്ചത്. പിന്നെ ഗീതു എന്നാണ് ലക്ഷ്മി അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിൻ്റെ പേര്. ഇങ്ങനെ വേദലക്ഷ്മി ഓരോ തരത്തിലേക്ക് മുന്നേറുമ്പോൾ ഷാനവാസ് എന്ന നല്ല മനുഷ്യനെക്കുറിച്ച് ഓർക്കുകയാണ്. നല്ലൊരു പിടി ഓർമ്മകളാണ് ഷാനവാസ് ബിഗ് ബോസിലൂടെ നമുക്ക് തന്നത്. അതുപോലെ തന്നെ അനീഷ് ആയാലും അനുമോളായാലും എല്ലാവരും അങ്ങനെ തന്നെയാണ്. എന്നാൽ ഷാനവാസിനോട് ഇപ്പോൾ ഒരു വഴക്കുമില്ല, ഞങ്ങൾ നല്ല ഫ്രണ്ട്സാണ്, കുഴപ്പമൊന്നുമില്ലാതെ മുന്നോട്ട് പോകുന്നതെന്നാണ് വേദലക്ഷ്മി പറഞ്ഞതിൽ വളരെ സന്തോഷം. അപ്പോൾ ഇത്തരത്തിലുള്ള വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അതുതന്നെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ. കൂടുതൽ ബെൽ ഐക്കൺ കൂടി ഒന്ന് ഓർത്തണേ. താങ്ക് യു.